എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആണോ, അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ സീരിയസ് ആണോ അതോ ടൈം പാസ്സാണോ, വിവാഹം വരെ എത്തില്ലേ, അങ്ങനെ സംശയമുള്ളവർക്കുള്ള ഒരു റീഡിംഗ് ആണ് ഇത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ എന്തൂസിയാസ്റ്റിക്കും ഓപ്റ്റിമിസ്റ്റിക്കും ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒട്ടും ഒരു ക്ഷമയില്ലാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. എല്ലാത്തിനും ഒരു സ്മാർട്ട്നെസ് കാണിക്കുന്ന ഒരു അഡ്വഞ്ചർ സ്വഭാവമുള്ള ഒരു ആളാണ്. അവരുടെ പാഷൻ അവർ നന്നായിട്ട് ഫോളോ ചെയ്യും. ഒന്നിലും ഭയപ്പെടുന്ന ആൾക്കാരല്ല. അവർ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം പാഷനേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാഷനും അഡ്വഞ്ചറും എല്ലാ കാര്യത്തിലും അവർ കാണിക്കുന്ന ആൾക്കാരാണ്. അവർക്കെല്ലാം ഒരു സീരിയസ്നെസ് പോലെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലും അവർ സീരിയസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരുന്ന റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ അവരുടെ സ്വഭാവം, ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ വ്യക്തികൾ. പിന്നെ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവരുടെ ആദ്യത്തെ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ആദ്യം നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നിട്ടുണ്ടാവും. ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് അവർക്കൊരു ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറിയത്. പിന്നെ എന്താ പറയുക, അവർക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് സീക്രട്ട് മെസ്സേജും ഒരു സീക്രട്ട് ലാംഗ്വേജ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടുണ്ട്. ആർക്കും നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കപ്പോൾ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ട്രെസ്സും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കാരണം ചില സമയം അവർക്ക് ദേഷ്യം, വയ്യായ്ക അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം കുറവുണ്ടോ അതോ സീരിയസ് ആണോ, അങ്ങനത്തെ ഒരു സംശയം വരാനുള്ള കാരണം ഇങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നന്നായി പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് പഠിത്തത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരു കാര്യം ഇവർ ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം പാഷനേറ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ദിവസം തുടങ്ങുന്നത്, അതായത് രാവിലെ എണീക്കുമ്പോൾ അവർ ആദ്യം ആലോചിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ടാണ്. അവർക്ക് എപ്പോഴും ആഗ്രഹം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, ഈ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പിന്നെ ഒരു ചെറിയ ഇഷ്യൂ കാണുന്നത് പൊസസീവ്നെസ്സാണ്. അവർക്കൊരിക്കലും നിങ്ങളെ പിരിഞ്ഞിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് ചെറിയൊരു പൊസസീവ്നെസ്, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കൂടെ മിണ്ടുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തുനിന്നാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. ഫോൺ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരും. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ അല്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിചാരം. പിന്നെ പൊതുവേ നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ആ ഒരു എക്സ്പെക്റ്റേഷൻ, അതായത് നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും. മെസ്സേജ് അയച്ചാലും നിങ്ങൾ അങ്ങനെ ഒരു പക്ഷേ റിപ്ലൈ അയക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ഡിലേ വരുന്നുണ്ടാവും. അവരൊരുപാട് മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും ഇഷ്ടം തന്നെയാണോ അതോ അത് ടൈം പാസ്സാണോ എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.